പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ശത്രുവായവൻ നമ്മുടെ റെസ്റ്റും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ഭയത്തിൽ കൂടെ. അവന് അനേക വഴികളുണ്ട്. അതിൽ ഒരു വഴി ഭയമാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 10. നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഫിയർ അല്ലെങ്കിൽ ഭയം, അതിൻ്റെ ആദ്യത്തെ മെൻഷനിങ് ആണ് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിച്ചത്. ഞാൻ നിൻ്റെ ശബ്ദം കേട്ടു, ഞാൻ ഭയപ്പെട്ടു, ഞാൻ നഗ്നനാകുന്നു, അതുകൊണ്ട് ഞാൻ ഒളിച്ചു. ഞാൻ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആദാമും ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞുടനെ ഈ ലോകത്തിൽ പാപത്തിനുള്ള വഴി അവർ തുറന്നു കൊടുത്തു. ആദ്യമായി ഫോർ ദ ഫസ്റ്റ് ടൈം അവർ ദൈവത്തിൽ നിന്ന് അകന്ന് സ്റ്റെപ്പ് വെച്ചു. അവരുടെ മനസാക്ഷി ഒരു സിൻ കോൺഷ്യസ്നെസ് അവരുടെ ഉള്ളിൽ വളർത്തി. അപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ്. ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ആദ്യത്തെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, അതുതന്നെ അവൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ. ഇന്നും നമ്മൾ ഭയത്തിൽ ജീവിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനുമായിട്ടുള്ള സ്നേഹത്തിൽ, അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ആ ഫെലോഷിപ്പിൽ സന്തോഷത്തോടെ നാം കഴിയണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ മനുഷ്യർ തന്നെ അവരുടെ വഴി സെറ്റ് ചെയ്തു. എങ്ങനെയുള്ള വഴിയാണ്? പാത്ത് ഓഫ് ഫിയർ ആൻഡ് ഡെത്ത്. ദൈവത്തിന് പക്ഷേ നമ്മെ രക്ഷിക്കാനായി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ നിനക്കും സ്ത്രീക്ക് നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. അപ്പം നമുക്ക് ഭയത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞിരിക്കാം? ഭയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനുള്ള ഒരു റെമഡി അറിവ്. ദൈവം ആരാന്ന് നാം അറിഞ്ഞിരിക്കണം. അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. അവൻ നമ്മിലും നാം അവനിലുമാണെന്ന് വിശ്വസിക്കണം. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ തൻ്റെ മിനിസ്ട്രിയിൽ യേശു കർത്താവ് ഒരു നല്ല ടീച്ചറായിരുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിലൊക്കെ യേശു കർത്താവിനെ വിളിക്കുന്നത് ഗുരു എന്ന, അല്ലേ? പ്രൈസ് ഗോഡ്. അവൻ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. തികഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു മോഡൽ അവൻ പ്രദർശിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. പെർഫെക്റ്റ് ലവ് എന്താണെന്നും ആ സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും യേശു കർത്താവ് പഠിപ്പിച്ചു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠമായ അർത്ഥം ഉൾക്കൊള്ളുന്നൊരു വാക്യമാണ്, അല്ലേ? നീ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിനക്ക് ഭയത്തിൽ ജീവിക്കേണ്ടി വരത്തില്ല. സ്നേഹത്തെക്കുറിച്ച് അധികം കാര്യങ്ങൾ മനസ്സിലാക്കി, സ്നേഹം എന്തെന്ന് മനസ്സിലാക്കി, എങ്ങനെ സ്നേഹത്തിൽ ജീവിക്കണമെന്നൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറയട്ടെ, നിൻ്റെ ഭയം കുറഞ്ഞു വരുന്നതായിട്ട് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ മനസ്സിലെ ഒരു ഇൻറ്റേർണൽ കൺക്ലൂഷൻ എന്തായിരിക്കണമെന്നോ? ഒന്നിനെയും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനെക്കുറിച്ചും നമ്മൾ വറിയടിക്കേണ്ട കാര്യവുമില്ല. എന്നാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്.
യു ഡോണ്ട് ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ഫോർ ദ സിറ്റുവേഷൻ. നീ ദൈവസ്നേഹത്തെക്കുറിച്ച് പഠിച്ചത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാകും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായിട്ടില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടും ഇല്ല. ഒരു ഷ്യൂരിറ്റി ഉണ്ട്, ദൈവം നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ച് തരും. നീ അത് വിശ്വസിക്കണം, എന്നിട്ട് നീ അത് റിസീവ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ തോട്ട് ലൈഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. ദൈവസ്നേഹത്താൽ നാം നമ്മുടെ മനസ്സിനെ പുതുക്കണം. നമ്മുടെ ഭാവനകളും ചിന്തകളും നിരൂപണങ്ങളും ദൈവഹിതത്തിനെതിരായി പോകുന്നുണ്ടെങ്കിൽ അതിനെ നാം പിടിച്ചടക്കണം. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമാകുന്ന എല്ലാം അവൻ നിനക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടില്ലേ? അവൻ നിന്നെ വിളിച്ചത് അവൻ്റെ പെർഫെക്റ്റ് ലവിൽ, പീസിൽ, പ്രൊട്ടക്ഷനിൽ ജീവിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നിൻ്റെ സമയമാണ്. നീ അത് ക്ലെയിം ചെയ്ത് സന്തോഷത്തോടെ ജീവിപ്പാൻ്റെ ഗുണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ നീ എങ്ങനെ കാണും? ഒരടിക്കാനായിട്ടുള്ള ഒരു കാരണമാണ് അതെന്ന് മനസ്സിലാക്കുമോ? അതോ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരമായതെന്ന് നീ മനസ്സിലാക്കുമോ? നിൻ്റെ ഫീലിങ്സിൻ്റെ കണ്ണാടിയിൽ കൂടെ നീ അതിനെ കാണുമോ? അതോ ദൈവവചനത്തിൻ്റെ സത്യത്തിലൂടെ നീ അതിനെ കാണുമോ? നീ ജീവിതത്തിൻ്റെ തെറ്റായ ആസ്പെക്ട്സിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഭയപ്പെടാനും വഴിയടിക്കാനും നിന്നെ തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് കഴിയുന്ന ചിന്തകളിലായിട്ടാണ് പോകുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ നീ ഭയത്തിന് തുറന്നു കൊടുക്കുക. നീ അസമാധാനത്തിന് നിൻ്റെ ജീവിതത്തിലെ വാതിൽ നീ തുറന്നു കൊടുക്കുക. ഞാൻ പറയട്ടെ, ഒരു ഫോട്ടോഗ്രാഫറിന് അവളുടെ അല്ലെ അവൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ ക്യാമറയുടെ ലെൻസ് ഫോക്കസ് ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്യുക. എന്തിനാ? ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ യേശു കർത്താവിലുള്ളൊരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നീ നിൻ്റെ ഫോക്കസ് ഫിക്സ് ചെയ്യേണ്ടത് ദൈവവചനത്തിലൂടെയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്ലാന് ദൈവത്തിൻ്റെ പ്ലാന്. അപ്പം നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു ഫുൾ പിക്ചർ നിനക്ക് കിട്ടും. ഈ ലോകത്തിലുള്ള സംഗതികളിലേക്ക് ദൈവപൈതലേ നീ നോക്കരുതേ. ദൈവം നിനക്ക് തീർച്ചയായിട്ടും സമാധാനം തരും. തുടർമാനമായ നിൻ്റെ ജീവിതത്തിൽ റെസ്റ്റ് തരും. സമാധാനം എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിൻ്റെ ഫോക്കസ് അനുസരിച്ചാണ്. തെറ്റായ സ്ഥലങ്ങളിലും നീ ഫോക്കസ് ചെയ്ത് സമാധാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, സമാധാനത്തിൻ്റെ വഴി നിനക്കില്ലാതെയാകുകയാണ്. ഫോക്കസ് ഏറ്റവും ശരിയായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എന്തുവാ നിൻ്റെ ഫോക്കസ്? ദൈവത്തിൻ്റെ വചനത്തിൽ നീ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? നിനക്ക് റൈറ്റ് അല്ല എന്ന് തോന്നുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങളിൽ നീ ചിന്തിച്ച് വ്യാകുലപ്പെടുകയാണോ? അതോ അത് കറക്റ്റഡ് ആകാൻ വേണ്ടി നീ ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുകയാണോ? നിൻ്റെ ഭയവും നിൻ്റെ സംശയവും നിൻ്റെ ദേഷ്യവും നിൻ്റെ വീക്ക്നെസ്സും നിൻ്റെ വറി അതൊക്കെ നീ വലുതായിട്ട് കാണുവാണോ? അതോ നീ അതെല്ലാം ദൈവമുമ്പാകെ കൊണ്ടുവരികയാണോ? ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കാതെ ദൈവം ഒരു സൊല്യൂഷൻ തരാൻ പോകുന്നത് മനസ്സിൽ കണ്ട് അതിനുവേണ്ടി നന്ദി പറയാമോ? യേശു കർത്താവിനെ നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയല്ലേ. ഓരോ സിറ്റുവേഷനിലും അവനല്ലേ നമ്മുടെ ഉത്തരം. ബൈബിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിശ്വാസന നായകനായ അവനെ നോക്കാനാണ്. ഒന്നിനെക്കുറിച്ചും ആൻഷ്യസായി പോരുതേ. നീ ദൈവത്തിലേക്ക് നിൻ്റെ വിഷയം കൊടുക്കുക. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും അവന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നീ നിൻ്റെ ഫോക്കസ് ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോൾ നീ അവന് നിൻ്റെ ജീവിതത്തിൽ നന്ദി കരയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിനക്കൊരിക്കലും സമാധാനം ലഭിക്കാതെ പോകുകയില്ല. ദൈവത്തിൻ്റെ സമാധാനം നിൻ്റെ ഹൃദയത്തെ കാക്കും. അതുകൊണ്ട് യേശുവിൽ നോക്കിക്കൊണ്ട് നന്ദിയുള്ളവരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ലിവ് ഇൻ ദ പീസ് ഓഫ് ഗോഡ് ടുഡേ ആൻഡ് ബി ബ്ലെസ്ഡ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ചാരി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ ഞങ്ങളുടെ ദൃഷ്ടി നട്ട് ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഒരു ജയജീവൻ നയിപ്പാൻ തക്കവണ്ണം ആശങ്കകളിൽ നിന്നും ഭയത്തിൽ നിന്നും എല്ലാം രക്ഷ പ്രാപിച്ചുള്ളൊരു ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.